ആ അർച്ചന, നിനക്ക് വിഷമൊന്നും ആയില്ലല്ലോ? ഏയ്, എടുത്തി പറഞ്ഞു ശരി തന്നെയാ. എനിക്ക് ഇതുപോലെ വലിയ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കാൻ മടിയുള്ള ഒരാളാണ്. അടുക്കളയിലാവുമ്പോൾ ഈ പറയുന്ന ടേബിൾ മാനേഴ്സ് ഒന്നും നോക്കണ്ടല്ലോ. അതും മോള് പറഞ്ഞത് ശരിയാ. ഞങ്ങൾ പണ്ട് വാടക വീട്ടിൽ താമസിക്കുമ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു. തുടങ്ങി. എനിക്കും മക്കൾക്കും വിളമ്പി എല്ലാവരും കഴിച്ച ശേഷം ഇവരുടെ അമ്മ അടുക്കളയിൽ ഇരുന്നാ കഴിക്കുന്നത്. ഞാനതിൻ്റെ കാരണം ചോദിക്കുമ്പോൾ അവൾ പറയും, അതെനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന്. എന്താ എടുത്തേ? ആ ഗ്ലാസും കൊടുത്തേ. എന്താ എടുത്തേ? വിശപ്പാണെന്ന് കരുതി എന്തിനടുത്ത് ഇത്രയും വെപ്രാളപ്പെടുന്നേ? പതുക്കെ മതിയല്ല. അല്ലെങ്കിൽ തന്നെ എന്തിനാ ഇത്ര വെപ്രാളം? പതുക്കെ മതിയില്ല. എടുത്തി ഓക്കെ ആയോ? ഇപ്പഴാ എടുത്തി ഓക്കെ ആയത് അല്ലേ എടുത്തി? എടുത്തി ബാക്കി കഴിക്ക. പോയി മോളെ. അവസാനം എന്നെ ഒന്ന് കാണാൻ പോലും മുഖം തരാതെ എന്റെയൊക്കെ പോയി കളഞ്ഞു. നിങ്ങളെപ്പറ്റി എപ്പോഴും എന്നോട് പറയുമായിരുന്നു, സച്ചിക്കും അർച്ചനയ്ക്കും എന്തത്യാവശ്യം ഉണ്ടായാലും അവിടെ ഇല്ലെങ്കിലും എന്നോട് ഓടിച്ചിടണമെന്ന് പറയുമായിരുന്നു. സിന്ധു ചേച്ചി വിളിച്ചിരുന്നു. നമ്മളിപ്പോയി ഗസ്റ്റ് ഹൗസിലെ. അതെ, ചേച്ചി ഫോൺ ചെയ്ത് കഴിഞ്ഞ് നോക്കിയപ്പോ തന്നെ ആതിരയും കണ്ടില്ലെന്ന്. നടന്നൊക്കെ പിന്നീടാ ചേച്ചി അറിഞ്ഞതെന്ന് അവന്തികടുത്തി പറഞ്ഞിട്ട്. അവന്തികടുത്തി പറഞ്ഞ് ഇപ്പോഴാണോ സച്ചേട്ടനെ അവര് വിളിക്കുന്നത്? ഇപ്പോഴായിരിക്കും വിളിക്കാൻ അവർക്ക് സമയം കിട്ടിയത്. മരണവാർത്ത അറിഞ്ഞ് പെട്ടെന്ന് അവിടുന്ന് പോരേണ്ടി വന്നതുകൊണ്ടാ. ഇല്ലെങ്കിൽ സിന്ധു ചേച്ചിക്ക് ഫോൺ വന്നതും ആ സമയത്ത് തന്നെ അതൊക്കെ അവിടെ സംഭവിച്ചതും എല്ലാം ഞാൻ കണ്ടുപിടിക്കുമായിരുന്നു. എന്തെന്നറിയില്ല, കുറച്ചു ദിവസമായിട്ട് എന്ത് പറഞ്ഞാലും താനത് സംശയദൃഷ്ടിയോടെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. അതെന്താടോ അങ്ങനെ? ചുറ്റിലും നടക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളായതുകൊണ്ട്. കുറെ ദിവസമായിട്ടെന്ന് സച്ചേട്ടൻ പറഞ്ഞില്ലേ, അതിനർത്ഥം മുൻപ് ഞാൻ അങ്ങനെ അല്ലായിരുന്നു എന്നല്ലേ? ശരിയാണ്, ഞാൻ അങ്ങനെ അല്ലായിരുന്നു. സച്ചേട്ടനോടൊപ്പം സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു കുടുംബജീവിതം ആഗ്രഹിച്ച് ഇവിടേക്ക് വന്നതാ ഞാൻ. പക്ഷേ എല്ലാ സംശയത്തിൽ കൂടി നോക്കി കാണാൻ പഠിപ്പിച്ചതും ചിന്തിപ്പിച്ചതും ചുറ്റുമുള്ളവർ തന്നെയാ. ചുറ്റുമുള്ളവരെന്ന് പറയുമ്പോ ഞാനും ഉണ്ടോ അതില്? ഉണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ ആഗ്രഹങ്ങളിലൂടെ കയറി വന്ന എന്നെ ആദ്യം ഞെട്ടിച്ചത് സച്ചേട്ടൻ തന്നെയല്ലേ? അവിടെ മുതലാ ശരിക്കും
ഡോക്ടർ അബ്ദുൽ ഖാദറിന്റെ മരണം. എനിക്ക് ആ മരണത്തിൽ സംശയമുണ്ട്. എന്ത് സംശയം? അത് ഒരു ആക്സിഡന്റ് അല്ലേ? ആണ്. പക്ഷേ അത് മനഃപൂർവ്വമായിട്ട് ഉണ്ടാക്കിയ ഒരു അപകടമാണോ എന്ന് ഞാനിപ്പോൾ സംശയിക്കുന്നുണ്ട്. എന്ത് കാരണം കൊണ്ട്? ഒന്നുമില്ലാതെ താൻ സംശയിക്കില്ലല്ലോ. കാരണമുണ്ട്. അനൂപേട്ടന് ആക്സിഡന്റ് ആയ സമയം സച്ചിൻ ഓർമ്മയില്ലേ? അതെ, അന്ന് നമ്മൾ ഡൽഹിയിലായിരുന്നല്ലോ. അതെ, അന്ന് നമ്മൾ അവിടെയായിരുന്നു. ഇപ്പോൾ ഡോക്ടർക്ക് ആക്സിഡന്റ് പറ്റിയപ്പോൾ നമ്മൾ മലമുകളിലും. നമ്മൾ സ്ഥലത്തില്ലാതിരുന്നപ്പോൾ ആയിരുന്നു ഇതൊക്കെ. അതായത് ഒന്നുകിൽ നമ്മൾ ഇവിടേക്ക് വേഗം വരണം, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് രക്ഷിക്കാനാവാത്ത വിധമായിരിക്കണോ അവര്. ട്രാവലറാണ് ഇടിച്ചെന്ന് സന്ധ്യ ഡോക്ടർ പറഞ്ഞില്ലേ? അനൂപേടിനെ ഇടിച്ചത് ട്രാവലർ തന്നെയാ, ഏകദേശം ഒരേ സമയത്ത്. ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. അനൂപേട്ടന്റെ അപകടം, മാനേജർ വിജയുടെ ദുരൂഹ മരണം, ഡോക്ടർ അബ്ദുൽ ഖാദറിന്റെ ജീവനെടുത്ത ആക്സിഡന്റ്, ക്രമമായ ഇടവേളകളിലാണ് ഓരോ അപകടവും. താൻ പറഞ്ഞു വരുന്നത് ചില സിനിമകളിൽ കാണുന്ന പോലെ ഇതിന്റെ പിന്നിലെല്ലാം ഒരാളാണെന്നാണോ? ഒരു സീരിയൽ കില്ലർ പോലെ? ആവാം, ആവാതിരിക്കാം. ചിലപ്പോ ഇതൊക്കെ എന്റെ സംശയങ്ങളാവാം. ആ സംശയങ്ങൾ ശരിയാണെങ്കിൽ എല്ലാം ചെന്നെത്തി നിൽക്കുന്നത് ഒരേ ഒരാളിൽ തന്നെയാവും. ഞാൻ പ്രതീക്ഷിക്കുന്ന, നിങ്ങളാരും പ്രതീക്ഷിക്കാത്ത ഒരാളിൽ. എനിക്ക് മനസ്സിലായ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. അന്ന് എന്നെ ആതിരെ ഓടിച്ചതും കൊല്ലാൻ നോക്കിയതും യാദൃശികമായി സംഭവിച്ച ഒന്നല്ല. സമയമെടുത്ത് ആലോചിച്ച് നടപ്പിലാക്കിയ ഒരു കൊലപാതകം. സച്ചേട്ടൻ വന്നതുകൊണ്ട് അത് കൊലപാതക ശ്രമമായി എന്ന് മാത്രം. താൻ പറഞ്ഞില്ലേ തനിക്ക് ആരെയോ സംശയമുണ്ടെന്ന്? അതാരാ? താൻ പറയ്, അതാരായിരുന്നാലും. ഡോക്ടർ അബ്ദുൽ ഖാദറിന്റെ കൊലയാളി ആരെന്നറിയുന്ന ആദ്യത്തെ ആൾ ഞാനും സച്ചേട്ടനാവും. ആ കൊലയാളിയുടെ പേര് ഞാൻ വെളിപ്പെടുത്താത്തത് ആ ആൾക്കെതിരെ ഞാനൊരു വാക്ക് മിണ്ടിയ ആരും പെട്ടെന്നത് വിശ്വസിച്ചൊന്നും വരില്ല. എല്ലാവരും കണ്ണടച്ച് വിശ്വസിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ ശേഖരിക്കണം എനിക്ക്. ശക്തമായ തെളിവുകളുടെ പിൻബലത്തിൽ മാത്രമേ ഞാൻ സംശയിക്കുന്ന ആളെ പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്താൻ പറ്റൂ. എൻ്റെ സംശയങ്ങളെ അതേപടി മനസ്സിലാക്കാനും എന്നെ പല ആപത്തുകളിൽ നിന്ന് രക്ഷിക്കാനും ഇതുവരെ സഹോദര തുല്യനായി ഡോക്ടർ അബ്ദുൽ ഖാദർ ഉണ്ടായിരുന്നു. സഹോദരിക്ക് തുല്യമായി സന്ധ്യ ഡോക്ടറും. അവരിൽ ഒരാൾ ഇപ്പൊ ജീവനോടെയില്ല. രണ്ടാമത്തെ ആളെ ഇതൊന്നും അറിയിക്കാനും പറ്റില്ല. അതുകൊണ്ട് ഇനി അങ്ങോട്ട് സച്ചേട്ടൻ വേണം എൻ്റെ കൂടെ എല്ലാത്തിനും. അബ്ദുൽ ഖാദറിന്റെ മരണം സ്വാഭാവിക മരണമാണോ എന്ന് നമുക്കറിയണം. ഞാനെന്നും തന്റെ കൂടെ ഉണ്ടായിരുന്നു. താനൊന്നും എന്നെ അറിയിച്ചില്ലെന്നേ ഉള്ളൂ. ഇപ്പോഴും ഞാൻ തന്റെ കൂടെ തന്നെ ഉണ്ട്, എല്ലാത്തിനും. തന്റെ സംശയങ്ങളെല്ലാം വേഗം തീർത്ത് നമുക്ക് നമ്മുടെ ജീവിതം ജീവിക്കണം, തന്റെ ആഗ്രഹം പോലെ തന്നെ. അതെ സച്ചേട്ടാ, എല്ലാം വേഗം തീർത്ത് സ്വസ്ഥാവണം നമുക്ക്. ആശങ്കകൾക്കെല്ലാം അവസാനം കണ്ടെത്തണം. സന്ധ്യ ഡോക്ടർ പറഞ്ഞില്ലേ ഡോക്ടർ അബ്ദുൽ ഖാദറിന് എന്തോ വലിയൊരു സർപ്രൈസ് പറയാനുണ്ടായിരുന്നു എന്ന്? അതിനുശേഷം ശിക്ഷ. ഞാനില്ല. ചേച്ചി ഇനി എന്തൊക്കെ വാഗ്ദാനങ്ങൾ തന്നാലും ഒരിക്കൽ കൂടി വിവാഹ വേഷം എന്ന വിഡ്ഢിവേഷം കെട്ടാൻ എനിക്ക് വയ്യ. ഓർമ്മയുണ്ടല്ലോ
ആദ്യത്തെ അനുഭവം? ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയുടെ അവസ്ഥ എനിക്ക്. നീ പറയുന്നതൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയാം. നിന്നെ ഇഷ്ടമില്ലാത്ത ഒരുത്തനെയാ നീ സ്നേഹിക്കുന്നതും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നതും ഒക്കെ. കൺമുന്നിലുണ്ടായിട്ടും നിനക്ക് സാധിക്കാത്തതാ ആതിര പുഷ്പം പോലെ നടത്തിയെടുത്തത്. അങ്ങനെ ഒരുത്തനെ കിട്ടാൻ 1 2 തവണ ശ്രമിച്ച് പരാജയപ്പെട്ടാലും അതിൽ നിന്ന് പുറംതിരിയരുത്. കാരണം നിന്റെ കഴിവുകേടാ നിന്റെ പരാജയത്തിന്റെ കാരണവും. ഈ ലോകത്ത് എല്ലാവർക്കും എല്ലാവരും ഇഷ്ടപ്പെടണമെന്നൊന്നും ഇല്ല. പിന്നെ പലതവണ മറക്കാൻ ആഗ്രഹിച്ചിട്ടും എന്നെ കൊണ്ടതിന് കഴിയുന്നില്ല. അതാ എന്റെ പരാജയം. ചേച്ചിയോട് മറ്റൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ. അനിയത്തിയായി എന്റെ ആഗ്രഹ സബലീകരണത്തിനപ്പുറം അർച്ചനയെ തോൽപ്പിക്കണം എന്നൊരു വലിയ അജണ്ട കൂടി ചേച്ചിയുടെ മനസ്സിലില്ലേ? ഒന്നിന്റെ കൂടെ 2 തള്ളു എന്ന് പറയുന്ന പോലെ അർച്ചനയെ തോൽപ്പിക്കുന്ന കൂട്ടത്തില് അനിയത്തിയുടെ ഇഷ്ട വിവാഹവും അല്ലേ? അതെ, നിനക്ക് അങ്ങനെയാണ് തോന്നുന്നതെങ്കിൽ അങ്ങനെ തന്നെ. അല്ലെങ്കിലും എനിക്കിത് വേണം. നീയൊക്കെ അവസാനം ഇതല്ല ഇതിനപ്പുറം പറയും. അല്ലെങ്കിലേ അത്ഭുതമുള്ളൂ. നീ നേരത്തെ പറഞ്ഞില്ലേ അർച്ചനയുടെ മുന്നിൽ എനിക്ക് ജയിക്കാനാണ് ഇതൊക്കെയെന്ന്. ഞാൻ ആദ്യമായി അർച്ചനയെ വെല്ലുവിളിക്കുന്നതും അവളുടെ മുന്നിൽ തോറ്റു നിന്നതും ഒക്കെ നിനക്ക് വേണ്ടിയാ. പിന്നീട് പലതവണ തോറ്റതും വിളറി നിന്നതും എല്ലാം ഈ അവന്തികയ്ക്ക് വേണ്ടിയല്ല, അതും നിനക്ക് വേണ്ടിയാ. സ്നേഹിച്ചവനെ ഭർത്താവായി കിട്ടിയില്ലെങ്കിൽ ചത്ത് കളയുന്ന എന്റെ കൂടപ്പുറപ്പ് മുന്നിൽ നിന്ന് കരഞ്ഞു പറഞ്ഞപ്പോ കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്കായില്ല. ഇപ്പൊ വീണ്ടും നിന്നെ കൊണ്ട് സന്ദീപിനെ വിവാഹം ചെയ്യിക്കണമെന്ന് പറയുന്നത് എന്റെയും നിന്റെയും ഞരമ്പിലോടുന്ന രക്തം ഒന്നായതുകൊണ്ടാ. അവന്തിക തോറ്റു മൂലക്കിരിക്കില്ല, അല്ലെങ്കിൽ അവൾ എന്നെ കൊല്ലണം. അല്ലാതെ അവന്തിക പിന്മാറില്ല. നീ കൂടെ നിന്നില്ലെങ്കിൽ വേണ്ട, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ചേച്ചി, ഞാൻ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ പറഞ്ഞതേ ഉള്ളൂ, അല്ലാതെ മറ്റൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല ഞാൻ. നമ്മളെ പോലൊരു പെണ്ണ് തന്നെയല്ലേ അർച്ചനയും. എന്റെ ചേച്ചിയുടെ എത്രയോ താഴെയാണ് അർച്ചന. എനിക്കറിയാം ചേച്ചി നിൽക്കേണ്ട പോലെ നിന്നാ അർച്ചനയെ നമുക്ക് തോൽപ്പിക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ചേച്ചി തുറന്ന് സമ്മതിക്ക്, അർച്ചനയുടെ കീഴിലാ നമ്മളെന്ന്. ചേച്ചിയുടെ ദേഹം നോവിച്ചതിനും കണ്ണ് നനയിച്ചതിനും വെല്ലുവിളിച്ചതിനും എല്ലാം ചേർത്ത് അബ്ദുൾ ഖാദറിനെ കൊന്ന ചേച്ചിയുടെ പകുതി പക മതി അർച്ചനയെ നമുക്ക് ജയിക്കാൻ. ചേച്ചി പറയുന്നതൊക്കെ എന്ന് ഞാൻ അനുസരിച്ചിട്ടേ ഉള്ളൂ. ഇപ്പൊ പറയുന്നത് ഞാൻ അനുസരിക്കാം. പക്ഷെ സന്ദീപിനെ എനിക്ക് കിട്ടുന്നതിലപ്പുറം അർച്ചനയെ ജയിക്കാൻ ചേച്ചിക്കാവോ? ആവും. സന്ദീപ് എന്ന നിന്റെ ഏറ്റവും വലിയ മോഹം സാധ്യമാവുന്നതിനും അർച്ചന എന്ന എന്റെ തലവേദന ഒഴിവാവുന്നതിനും നീ ഒരിക്കൽ കൂടി സന്ദീപുമായിട്ടുള്ള വിവാഹത്തിന് തയ്യാറായേ പറ്റൂ. ഇനി അർച്ചനയുടെ മുന്നിൽ പരാജയപ്പെട്ടാൽ പിന്നെ ഞാൻ നിന്നെ ഇതിന് നിർബന്ധിക്കില്ല. എപ്പോഴും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ തോൽവികൾ മാത്രമായിരിക്കില്ല. പല തോൽവികളിൽ ഒരു വിജയം എല്ലാവർക്കും അവകാശപ്പെട്ടതാ. ആ വിജയം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതിനാണെന്ന് എന്റെ മനസ്സ് പറയുന്നു. മനസ്സ് പറയുന്ന ഉറപ്പാ ഞാൻ നിനക്ക് തരുന്നതും. ചേച്ചിക്ക് അത്ര ഉറപ്പുണ്ടെങ്കിൽ ഈ ഒരു തവണ കൂടി ചേച്ചി പറയുന്നത് ഞാൻ അനുസരിക്കാം. സന്ദീപിനെ എനിക്ക് കിട്ടാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ചേച്ചി പറയൂ. എന്തായി സച്ചേട്ടാ? എടോ, നമ്മൾ കരുതിയതുപോലെയല്ല കാര്യങ്ങൾ. പക്ഷേ തൻ്റെ സംശയം കറക്റ്റായിരുന്നു. ഡോക്ടർ അബ്ദുൽ ഖാദറിനെ ഇടിച്ച വണ്ടി ഇയാളുടെ തന്നെയാ. പക്ഷേ ഇയാൾക്കതിലൊരു പങ്കുമില്ല.
ഇയാള് വണ്ടിക്ക് പണിയായി വർക്ക്ഷോപ്പിൽ കൊടുത്തതാ. അവിടുന്ന് ആരോ മോഷ്ടിച്ചു കൊണ്ടുപോയാണ് ഈ കൃത്യം നടത്തിയത്. അങ്ങനെ ഇയാള് പോലീസ് സ്റ്റേഷനിൽ പോയി വണ്ടി കാണാനില്ലെന്ന് പറഞ്ഞ് കേസ് കൊടുത്തിരുന്നു. ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് നിന്ന് കുറച്ചു മാറി വണ്ടി ഉപേക്ഷിച്ചിട്ട് അവർ പോയി കളഞ്ഞു. പോലീസാ വണ്ടി കണ്ടെത്തിയത്. അതിപ്പോ സ്റ്റേഷനിലാണെന്ന്. എങ്കിൽ പിന്നെ വർക്ക്ഷോപ്പിൽ നമുക്കൊന്ന് അന്വേഷിച്ചാലോ? അയാളും പോലീസ് ക്വസ്റ്റ്യൻ നടത്തിയപ്പോ ഒന്നും അറിയില്ലെന്ന് പറഞ്ഞെന്നാ ഈ പുള്ളി പറഞ്ഞത്. പക്ഷേ അനൂപേട്ടനെ തട്ടിയത് ഈ വണ്ടിയല്ല. ചിലപ്പോ നമ്പർ ഫേക്കായിരിക്കും. ഞാനൊരു അഭിപ്രായം പറയട്ടെ. അബ്ദുൽ ഖാദറിന്റെ മരണത്തെപ്പറ്റിയും അതിന്റെ ദുരൂഹതകളെപ്പറ്റിയും കാര്യമായ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. ആദ്യം അതിലെന്തെങ്കിലും തെളിവുകൾ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഒന്നും നടന്നില്ലെങ്കിൽ മാത്രം നമുക്ക് നമ്മുടെ വഴി അന്വേഷിക്കാം. അതല്ലേ നല്ലത്? അത് സച്ചേട്ടൻ പറയുന്നതാ ശരി. സന്ധ്യ ഡോക്ടർ ഈ അവസ്ഥയിലായതുകൊണ്ട് ഇതിന്റെ പുറകെ പോവാനും തിരക്കാനൊന്നും ആരും മെനക്കെടില്ല. അങ്ങനെ വരുമ്പോ കേസ് അന്വേഷണം വേഗതയിൽ നടക്കണമെന്നില്ല. അതുകൊണ്ട് താൻ പേടിക്കണ്ട. നമുക്ക് മുകളിൽ നിന്ന് ആരെങ്കിലും കൊണ്ട് വിളിച്ചു പറയിപ്പിക്കാം. സന്ധ്യ ഡോക്ടർക്ക് പകരം നമ്മൾ. അത്രയല്ലേ ഉള്ളൂ. താൻ സംശയിച്ചതുപോലെ അബ്ദുൽ ഖാദർ ഡോക്ടറിൻ്റേത് ഒരു സാധാ ആക്സിഡന്റ് അല്ല എന്നെനിക്ക് ബോധ്യമായി. ഇതിന്റെ പിന്നിൽ ആരായാലും അവരെ നമ്മൾ കണ്ടുപിടിക്കും. സന്ധ്യ ഡോക്ടറിന്റെ മുന്നിൽ കൊണ്ടുചെന്ന് നിർത്തുകയും ചെയ്യും. എന്താ പോരെ? മതി. സച്ചേട്ടൻ പറഞ്ഞ പോലെ ആദ്യം പോലീസ് ഇതിൽ എന്ത് ചെയ്യുമെന്ന് നോക്കട്ടെ. എന്നിട്ട് നമുക്ക് നോക്കാം. ഞാൻ സന്ദീപിന് വേണ്ടി കാത്തിരിക്കണം. എടി, അതിന് അച്ഛൻ കൂടി സമ്മതിക്കണ്ടേ? ഞാനും നീ ഇവിടെ നിന്ന് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. അച്ഛനോട് തോന്നണ്ടേ? വെറുതെ ഇരുന്ന് ഞങ്ങളോട് ഓരോന്ന് പറഞ്ഞ് ഇല്ലാത്ത ആഗ്രഹങ്ങൾ ഉണ്ടാക്കി തന്നിട്ട് ഇപ്പൊ അതിനെ കുറിച്ച് ആരും ഒന്നും മിണ്ടുന്നില്ല. ഞങ്ങൾ പെണങ്ങണോ അതോ വേറെ കെട്ടണോ? ഞങ്ങള് അങ്ങനെ വേറെ കെട്ടാനാണെങ്കിൽ ഞാൻ സമ്മതിച്ചാലും സന്ദീപ് സമ്മതിക്കും ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? എന്തായാലും ഞാൻ ഈ കാര്യം അച്ഛനോട് സംസാരിക്കില്ല എപ്പോഴൊന്നും. നിന്റെ സന്ദീപിന്റെ മനപ്രയാസം കണ്ട് അച്ഛൻ തന്നെ ഒരു തീരുമാനം എടുക്കട്ടെ. നന്ദനൊന്നും പറഞ്ഞില്ല. തന്നെയും തന്റെ കഥകളും അറിഞ്ഞപ്പോ ഒരു സഹോദരനെ പോലെ തോന്നിയതുകൊണ്ടാ ഞാൻ എന്റെ നാട്ടിൽ വരുന്നുണ്ടോ എന്ന് ചോദിച്ചത്. ആരുടെയും കണ്ണിൽപ്പെടാതെ തനിക്കെവിടെ ജീവിക്കാം, എത്ര കാലം വേണമെങ്കിലും. അവിടെ വന്ന് തന്നെ ആരും ഒന്നും ചെയ്യില്ല. അങ്ങനെ ഭയപ്പെടുകയും വേണ്ട. എനിക്ക് ഒരു ഭയമുള്ളൂ സാർ. എൻ്റെ മരണത്തിന് മുമ്പ് എൻ്റെ അച്ഛനെയും കൂടപ്പിറപ്പുകളെ കാണാൻ പറ്റുമെന്നുള്ള ഭയം. പിന്നെ സാറിനോട് കാണിക്കുന്ന സ്നേഹത്തിന് ഒത്തിരി നന്ദിയുണ്ട് സാർ. ആ നന്ദി ആവോളം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഞാൻ പറയാ. ഇനിയും ഒരു വിളിച്ചോട്ട് എൻ്റെ മുന്നോട്ടുള്ള ജീവിതവും അതിലേക്കുള്ള വഴിയും എങ്ങനെയാണെന്ന് വ്യക്തമായി മനസ്സിലാക്കി ഉറപ്പിച്ചു. തന്റെ മനസ്സിലെന്താണെന്ന് എനിക്കറിയാം. പകയാണ് നന്ദന്റെ മനസ്സ് മുഴുവൻ. ഈശ്വരനാണ് തന്നെ മരണത്തിൽ നിന്നും തിരിച്ചു കൊണ്ടുവന്നത്. ഈ പകയൊക്കെ കളഞ്ഞിട്ട് ഇനിയുള്ള കാലം നന്നായി കുടുംബത്തോടൊപ്പം ജീവിച്ചൂടെ? ഇനി എനിക്ക് അങ്ങനെ ഒരു ജീവിതമില്ല സാർ. ഇതെല്ലാം ഞാൻ മനസ്സിൽ പറഞ്ഞുറപ്പിച്ച കാര്യമാണെങ്കിലും എന്നെ സ്നേഹിക്കുന്നവരുടെ സാമീപ്യം എന്നെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നുള്ള ആശങ്കയുണ്ട് എനിക്ക്. പക്ഷെ ആ സ്നേഹത്തിൽ ഞാൻ എൻ്റെ കർത്തവ്യങ്ങളെ മറന്നാൽ അത് ഞാൻ തന്നെ എൻ്റെ രക്തബന്ധങ്ങളെ കൊലയ്ക്ക് കൊടുക്കുന്നതിന് തുല്യമാവും. ഈ മകൻ്റെ
ഏട്ടൻ്റെ ജീവിതം കൊടുത്ത് ഇനി അങ്ങോട്ട് എൻ്റെ വീട്ടിലുള്ളൊരു സന്തോഷം ഞാൻ വാങ്ങിക്കൊടുക്കാൻ പോവാ. ഞാൻ പറഞ്ഞേ ഉള്ളൂ. കാര്യങ്ങൾ അറിയാവുന്നതും അനുഭവിച്ചതും എല്ലാം നന്ദനല്ലേ. തീരുമാനവും നന്ദന്റെ തന്നെ. നന്ദൻ എന്ത് തീരുമാനിച്ചാലും ഞാൻ തന്നോടൊപ്പം ഉണ്ട്. എല്ലാം കൃത്യമായി ആസൂത്രണം ചെയ്തതിന് ശേഷമേ താൻ ഇതിനൊക്കെ ഇറങ്ങാവൂ. അതുവരെ തനിക്കിവിടെ കഴിയാം. ഭർത്താവിന്റെ ജീവൻ കാലനിൽ നിന്ന് തിരിച്ചുപിടിച്ച സത്യവാന്റെ സാവിത്രി അല്ല ഞാൻ. എല്ലാറ്റിനെയും ഒരു ചിതയിലെരിച്ച് അതിനു ചുറ്റും ആനന്ദ നൃത്തമാടുന്ന ചുടലക്ഷിയുടെ വരമാണ് ഈ ജന്മതവന്തികയ്ക്ക്. ഇന്നൊരു രാത്രി എത്ര നേരം വേണേലും നിങ്ങൾക്ക് ഇവിടെ നിൽക്കാം. കാരണം ഇവിടേക്കിനി ഒരു തിരിച്ചുവരവ് നിങ്ങൾക്കുണ്ടാവില്ല. അങ്ങനെ വന്നാലും ദേഹി വിട്ടൊഴിഞ്ഞ ദേഹം മാത്രമേ ഇവിടേക്ക് കൊണ്ടുവരൂ.